അപ്പൊ എനിക്ക് ചേട്ടനെ കാണുമ്പോ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ ലാലേട്ടന് ഇട്ട് പണി കൊടുത്തതാണ് എന്ന രീതിയിലാണ്. അതും വല്ലാത്തൊരു ട്വിസ്റ്റ് പണിയായി പോയി. അതെ. അപ്പൊ എന്ത് തോന്നിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കഥ കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി കേട്ടോ, ഉള്ള കാര്യം പറയാം. കാരണം വെച്ചാൽ ഞാനൊരു കോമഡി ആർട്ടിസ്റ്റാണ്. കാരണം അറിയാലോ, ഞാൻ കൊച്ചി കലാഭവനിലൊക്കെ ആയിരുന്നു. മിമിക്രിയിലൂടെയൊക്കെ വന്നിട്ട് ഞാൻ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ആളായി മാറി. അപ്പൊ ചേട്ടന്റെ ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ പറയാം, കോമഡി ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സീരീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ജിത്തു സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ട്വിസ്റ്റ് ഞാനാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ദൃശ്യം 2-ല് ട്വിസ്റ്റ് ഞാനാണെന്നൊന്നും അറിയത്തില്ല. പടം പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം അതും തിയേറ്ററും ഇല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നു കാണുകയാണ്. അതുകൊണ്ട് ഞാനാണല്ലോ ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് മനസ്സിലായത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടാണ് ചെയ്തത്. ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ജിത്തു സാറ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചിട്ട് ജിത്തു ജോസഫ് ആണെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചാടി എഴുന്നേറ്റുണ്ട്. മുണ്ടം കഴിച്ചിട്ട് ഞാൻ മുണ്ടം കൊണ്ട് വീട്ടിലിരിക്കുന്നത്. മുകേഷ് ചേട്ടന്റെ ഡയലോഗ് പറയാം. എന്തോന്നാടേ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചുകാര്യമല്ലടേ, ഏൽപ്പിച്ച കാര്യം. ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഒരു മുഖമാണ്. എന്താ പറയാ, നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ച് ആളെ ഓർക്കും. അപ്പൊ അങ്ങനെ ഒരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, അജിത് കൂത്താട്ടുകുളം. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ എനിക്ക് ചേട്ടനെ കാണുമ്പോ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ ലാലേട്ടന് ഇട്ട് പണി കൊടുത്തതാണ് എന്ന രീതിയിലാണ്. അതും വല്ലാത്തൊരു ട്വിസ്റ്റ് പണിയായി പോയി. അതെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയെ പറ്റി പറയാനാണ്. അപ്പൊ അതിലത്തെ സിനിമയിലേക്ക് എങ്ങനെയാ വരുന്നത്? സിനിമയിലേക്ക് തന്നെ ഇതിന്റെ ഡയറക്ടറാണ് വിളിക്കുന്നത്, ജിജോ സെബാസ്റ്റ്യൻ. ഇത് വിളിച്ചിട്ട് കുറെ ആള് ഇതിനെ വിളിച്ചു. അപ്പൊ താമസം ഉണ്ടായിരുന്നു, പടം തുടങ്ങാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. അപ്പൊ ഇടയ്ക്ക് ഞാനങ്ങ് വിളിച്ചു, തുടങ്ങുന്നില്ലേ എന്നൊക്കെ വിളിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ദിവസം എനിക്ക് മാത്രം. അങ്ങനെയായിരുന്നു, ഫുൾ ഡേ എനിക്ക് മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത്. അപ്പൊ ഈ സിനിമത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഫ്രെഡി. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പൊ ജിജോ നമ്മുടെ ജെറി ഓൾറെഡി ഗൾഫുകാരനാണ്. അപ്പോൾ അവിടെ വെച്ച് പുള്ളിയായിട്ട് നല്ല പരിചയമാണ്. പുള്ളിയുടെ വീട്ടിൽ വെച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി പൈസ അവിടുന്ന് മേടിച്ചോട്ട് ഞാനിങ്ങനെ വന്നു ഇവിടെ. പിന്നെ കുടുംബമൊക്കെ തകർന്നു, വൈഫൊക്കെ വേറെ ഒരാളും കൂടെ പോയി. അങ്ങനെ വന്ന് ലാസ്റ്റ് പുള്ളി എതിമുട്ടി ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനായിട്ട് നടക്കുന്ന. പക്ഷേ ഈ ജെറി നാട്ടിൽ വരുമ്പോൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ജെറിയെ കാണുമ്പോൾ മുങ്ങുവാണ്. പൈസ മേടിച്ചതാണല്ലോ. പക്ഷെ ലോട്ടറി കച്ചവടക്കാരനാണെന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് മുങ്ങണം. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം എന്നെ പിടിച്ച എൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്, ഇങ്ങനെ സംഭവിച്ചു പോയി. അതാണ് അത്ര ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഭയങ്കര ഒരു ഫീലിങ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പെടുന്നു. ഇപ്പൊ ചേട്ടന്റെ ലൈഫാണെങ്കിലും ശരിക്കും അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്ത് തോന്നിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കഥ കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി കേട്ടോ, ഉള്ള കാര്യം പറയാം. കാരണം വെച്ചാൽ ഞാനൊരു കോമഡി ആർട്ടിസ്റ്റാണ്. കാരണം അറിയാലോ, ഞാൻ കൊച്ചി കലാഭവനിലൊക്കെ ആയിരുന്നു. മിമിക്രിയിലൂടെയൊക്കെ വന്നിട്ട് ഞാൻ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ആളായി മാറി. പിന്നെ എനിക്കിപ്പോൾ കുറേ പടങ്ങൾ ചെയ്ത പടങ്ങളിലെല്ലാം കോമഡി ഒന്നും ഇല്ല, എനിക്ക് എല്ലാം സീരിയസ് ആണ്. പക്ഷേ ഈ പടത്തിൽ ഞാൻ സീരിയസ് ആണ്. പക്ഷേ എനിക്ക് കുറേ കരച്ചിലും കുറേ സെന്റിമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കഥാപാത്രം. അത് എനിക്കങ്ങ് വിഷമമായി. കാരണം വെച്ചാൽ ഷൂട്ട് കിടക്കുമ്പോൾ നമ്മളൊന്നും തന്നെ കരഞ്ഞു പോയി. ഷൂട്ട് കിടന്നൊരു ഹോട്ടലിൽ വെച്ചിട്ട് എന്നെ പിടിച്ചോണ്ട് വരുവാണ്, ഫുഡ് മേടിച്ചു വരുവാണ്. അപ്പം നിനക്ക് എന്താ പറ്റിയ എന്ന് ജെറി എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടാണ്, മൊത്തം ഹോട്ടലിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ളൊരു പടം കാണുമ്പോൾ അറിയാം. ഒരു പറയുമ്പോ തന്നെ നമുക്ക് ഒരു ഇമോഷൻ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞാലോ, കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ
പിന്നെ ഷിഫ്റ്റായി സീരിയസിലോട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ പൊതുവെ മിക്ക കോമഡി ചെയ്യുന്ന ആൾക്കാരും നമ്മൾ പണ്ട് ഡൗട്ട് അടിക്കായിരുന്നു, ഈ കോമഡി ചെയ്യുന്നവർക്ക് ഇനി സീരിയസ് പറ്റുമോ അല്ലെങ്കിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരുപാട് പേര് നടത്തിയായിരുന്നു. അപ്പൊ ചേട്ടന്റെ ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ പറയാം, കോമഡി ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സീരിയസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ജിത്തു സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ടെസ്റ്റ് ഞാനാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ദൃശ്യം 2-ല് ടെസ്റ്റ് ഞാനാണെന്നൊന്നും അറിയത്തില്ല. നമുക്കിത് അന്നാ കൊറോണ ടൈമാണ്. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോലും വിടുന്നില്ല. നമുക്ക് സ്ക്രിപ്റ്റ് നേരത്തെ നമ്മൾ വായിച്ചു ഷൂട്ടിന് വന്നു. ഇത് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ പോലും അന്ന് പടം കണ്ടിട്ടില്ല. അന്ന് OTT അല്ലായിരുന്നു, പ്ലാറ്റ്ഫോമാണ്. പടം പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം അതും തിയേറ്ററും ഇല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നു കാണുകയാണ്. അതുകൊണ്ട് ഞാനാണല്ലോ ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് മനസ്സിലായത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടാണ് ചെയ്തത്. ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലാതെ ചിരിക്കുന്നില്ല, വളരെ ഭയങ്കര ഇമോഷൻ അങ്ങനെ ഒരു സാധനമാണ്. അതുകൊണ്ട് എനിക്കതൊരു ചേഞ്ച് ആയിരുന്നു, സിനിമയിലേക്കുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. വേറൊരു എല്ലാ മിക്ക പടത്തിലും പിന്നെ അങ്ങനെ ഒരു റൂട്ടും ഒരു കള്ളനും പിന്നെ കൊലപാതകി അങ്ങനെയൊക്കെ കുറെ പടത്തിൽ അങ്ങനെ ചെയ്തു. അപ്പൊ ഈ കോമഡി മാറിയപ്പോ ഒരു വിഷമം തോന്നിയോ? കോമഡി തന്നെ മതിയായിരുന്നു. ഞാൻ എന്നിട്ടും ഞാൻ ചാനലിൽ കോമഡി ചെയ്തോണ്ടിരിക്കുക. ഓരോ ചാനലിലും ഞാൻ കേരളത്തിലെ മിക്ക ചാനലിലും ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പടം ചെയ്യുമ്പോഴും ഞാൻ ചാനലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ ഇനി എനിക്കൊരു സീരിയസ് ആയിട്ടൊരു റോളായിരിക്കും, ഞാൻ ഭയങ്കരമായിട്ടൊരു സെക്കൻഡ് ചാൻസ് കിട്ടാന്നുള്ള രീതിയിൽ? ഇല്ല, ഞാൻ ഞെട്ടിപ്പോയില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഒന്നാമത് ആശീർവാദിന്റെ ഒരു സിനിമ, ലാലേട്ടൻ, ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ ഒരു ടീം, അതിൻ്റെ അകത്ത് ദൃശ്യം 1 അത്രയ്ക്ക് മികച്ചു കയറി ഹിറ്റായിട്ട്, അതിൻ്റെ സെക്കൻഡിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങ് ജിത്തു സാറ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചിട്ട് ജിത്തു ജോസഫ് ആണെന്ന് പറഞ്ഞത് ഞാനൊന്ന് ചാടി എഴുന്നേറ്റുണ്ട്. മുണ്ടങ്ങ് കഴിച്ചിട്ട് ഞാൻ മുണ്ടൊക്കെ വീട്ടിലിരിക്കുകയത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പടത്തിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് വിശ്വാസമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ മൊബൈലിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടേ നമുക്കൊന്നും ഒക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഫോട്ടോ ഒന്നും ശരിയാകുന്നില്ലല്ലോ, ഞാൻ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് വേണ്ട, അത് ഇത്ര വീട് കൂത്താട്ടുകുളത്തല്ലേ, ജിത്തു സാറിന്റെ വീടും കൂത്താട്ടുകുളം അടുത്താ, പക്ഷെ ഞങ്ങൾ പരിചയമില്ല. പറഞ്ഞു വഴുത്തലാന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്താ, ഈ തൊടുപുഴ വഴുത്തലേക്ക്. അതിനകത്ത് ജോർജ് കുട്ടിയുടെ വീട് വഴുത്തല, ആ വീട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ അങ്ങോട്ട് വന്നാൽ മതി, അവിടെ ലൊക്കേഷൻ നോക്കാൻ വരുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ മലയാളീസ് ദൃശ്യം 2 OTT റിലീസ് ചെയ്തപ്പോ കണ്ട ശേഷം ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു, തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. അപ്പൊ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും തിയേറ്ററില്? അതൊരു ആഗ്രഹമായിരുന്നു. അതൊരു എന്താ പറയണത്, ശരിക്കും ഒരു വിഷമായി പോയി. പക്ഷെ ജനം മുഴുവൻ കണ്ടു, പടം കാണാവുന്നവരൊക്കെ കണ്ടു, പക്ഷെ പല ഭാഷകളിലും പോയി. പക്ഷെ എല്ലാരും കണ്ടതുപോലെ നമ്മൾ തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോൾ ആ ഓളവും കാര്യങ്ങളൊന്നും അത് മിസ്സായി പോയില്ലേ? ഒരു വിഷമമുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഒരു എല്ലാ ഫീൽഡ് നോക്കുമ്പോൾ എല്ലാ ഇൻഡസ്ട്രി നോക്കുമ്പോൾ ഭയങ്കര ബാഡ് ടൈം ആയിരുന്നല്ലോ കൊറോണ ടൈം എന്ന് പറയുന്നത്. അപ്പം മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു എന്താ പറയുക ഒരു ഗ്രീൻ അല്ലെങ്കിൽ അതെ ഞാൻ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമില് ഹിറ്റായ ഇവിടെ അതാണ് അല്ലേ? ശരിക്കും അങ്ങനെ വന്നത് നമുക്ക് അങ്ങനെയാണ്, OTT നമുക്ക് ഇങ്ങനെ ഒരു വിജയം നേടാം എന്നുള്ള രീതിയിൽ. അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പടം പിന്നെ OTT-ലായിരുന്നു. തിയേറ്റർ ഇല്ലേലും OTT എത്ര പേര് പടം ഇറക്കുന്നുണ്ടെന്ന് പറയും. ഞാൻ ഒരു 10-20 സിനിമ ചെയ്തു, അതിലൊരു 10 സിനിമയെങ്കിലും OTT-ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. OTT-ക്ക് അല്ലാതെ തിയേറ്റർ വന്നിട്ടുള്ളൂ. 10 സിനിമ OTT-ക്ക് വേണ്ടി ചെയ്യാം. കാരണം വലിയ മുടക്കില്ലാതൊക്കെ ചെയ്യുന്നവരുണ്ട്, വലിയ ഇല്ലാതൊക്കെ ചെയ്യുന്നവരുണ്ട്, അതൊക്കെ OTT-ക്ക് കൊടുക്കുക. അപ്പൊ ഇത്രയും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്. അപ്പൊ ഇതില് ഇത്രയും വർഷം ചെയ്തതില്
ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയൊരു ക്യാരക്ടർ ഈ അതെ ദൃശ്യം 2 തന്നെയാണ്. അതിൻ്റെ അകത്തൊരു സീൻ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പടത്തിൽ പറഞ്ഞില്ല, ഇപ്പൊ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിൽ എനിക്ക് മനസ്സിന് പറ്റിയ കഥാപാത്രം ചെയ്തേക്കണം. അങ്ങനത്തെ റിയൽ ലൈഫിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ശരിക്കും അങ്ങനത്തെ ഒരു അനുഭവമുള്ള? അങ്ങനെ അനുഭവമുള്ള അത് പറയാൻ പറ്റത്തില്ല. ശരിയാണ്, ഭയങ്കര ഡാർക്ക്. ഗൾഫുകാര് മൊത്തം അടച്ചെന്ന് പറയാൻ പറ്റിയല്ലോ. ഗൾഫുകാരന് അവിടെ പൈസ ഉണ്ടാക്കുന്നു, ഇവിടെ വൈഫ് വേറെ, അങ്ങനെ ഒരു സംഭവമായി പോകും. അതെ ശരിയാണ്, അല്ല ശരിയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അത് മൊത്തത്തിൽ പറഞ്ഞ ഒരു ജനറലൈസേഷൻ പോലെയാണല്ലോ. ശരി, അങ്ങനത്തെ നടക്കുന്ന സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ വൈഫ് പോകുന്നതിന്റെ അപ്പുറം ഈ പ്രവാസ ജീവിതം വന്നിട്ടും കടം വന്ന ഒരുപാട് പേരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, ഒരു റിച്ച് ജോലി ഉള്ള ഒരാള് അവിടെ നിന്ന് മാറി ജോലി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരുന്നത്. ഇവിടെ വീട് നിർമ്മിക്കുക, വൈഫും കുഞ്ഞുമുണ്ട്, കുഞ്ഞിനെ നോക്കുക, അതിനുള്ള പൈസ മുഴുവൻ ഇങ്ങോട്ട് അയക്കുക. അയച്ചുവിടാൻ കുഞ്ഞിനെ കൊണ്ടാ പോയത്, വേറെ ആളുടെ കൂടെ വീടും ഇല്ല. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ആ ഒരു ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ, ഇപ്പോ ദൃശ്യം 2 ഒരു മർഡറാണ്, ഭാര്യനെ നഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വേറൊരു മർഡർ വിറ്റ്നസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു സിനിമയാണെങ്കിലും ഭയങ്കര ഇമോഷണലി ഒരു പ്രശ്നം, ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആയ ഒരു ക്യാരക്ടർ. അപ്പൊ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യണത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ? അതെങ്ങനെയാന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കൊരു കഥാപാത്രത്തെ ഫസ്റ്റ് തന്നു നേരിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ പറയും, ഇതിപ്പോ ഞാൻ ദൃശ്യം 3 തുടങ്ങും, 20 തുടങ്ങുക. അപ്പൊ അതിനകത്ത് 15 ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് 25 മുതലാണ് ഷൂട്ട്. അപ്പം നമ്മളോട് പറഞ്ഞേക്കണത് മറ്റേ റൂട്ട് മാറി. അപ്പോൾ ഇതിനകത്ത് എന്നോട് പറഞ്ഞു വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വേറെ റൂട്ടിലായിരിക്കും പറഞ്ഞു. പക്ഷെ പഴയ ക്യാരക്ടർ തന്നെ, ജോസ് തന്നെ. അപ്പൊ നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പറയും. എന്നോട് മറ്റേ ജിജോ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞു. നമുക്കത് നോക്കാം. ഞാനത് ഇപ്പോഴും ചെയ്തില്ല. നമ്മൾ അതുമായിട്ടങ്ങ് വന്നു. പിന്നെ ഒരു ലോട്ടറി കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ 100 കൂട്ടം പ്രശ്നമുള്ളവനെ ഈ ലോട്ടറി കച്ചവടക്കാരൻ. അറിയോ? അതുണ്ട്. അല്ലാതെ നമ്മളൊരു വലിയ കടയായിട്ട് ഷോപ്പിൽ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ല. ലോട്ടറി വിൽക്കുന്നവർക്ക് അവരിത്തിരി പൈസയൊക്കെ ഉള്ളവരാ. ഈ വഴിക്കിടെ കടന്ന് വിൽക്കുന്നവൻ അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, സകല കടമുള്ളവനായിരിക്കും. ഈ വഴിക്കിടെ ഒരു ലോട്ടറി അടിച്ചാലേ അന്നേരത്തെ അത് ഇതുള്ളൂ. അങ്ങനെയുള്ള ഒരുത്തരാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഈ വഴി കിടക്കണമെന്ന് നടക്കുന്ന ഒരു വ്യക്തി. അപ്പം അവൻ്റെ പ്രശ്നം അറിയാലോ. അപ്പം അവൻ്റെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രശ്നമുണ്ട്. അത് ഉൾക്കൊണ്ടങ്ങ് അഭിനയിച്ചു, അത്രേ. അപ്പോ ഇപ്പൊ നമ്മള് കോമഡി ചെയ്യുമ്പോ ഇങ്ങനത്തെ തരത്തില് അത് സ്പോണ്ടേനിയസ് ആയിട്ടാണ് കോമഡീസ് ചെയ്യാറ്, പ്രിപ്പയർ ചെയ്യാറുണ്ടോ? കോമഡി നമ്മള് ഞാനൊരു കോമഡിയിലേക്ക് വന്നിട്ട് ഒരു 25 വർഷമായി. ഞാനൊരു കോളേജ് ജീവിതമൊക്കെ സമയത്തൊക്കെ ഇവരിലേക്ക് വന്ന് അങ്ങനെ നമുക്ക് എങ്ങനെയാണ് കൊച്ചിൻ കലാപം എന്ന് പറഞ്ഞ ട്രൂപ്പിൽ കളിക്കണം ഒരു ആഗ്രഹം കോളേജ് പഠിക്കുമ്പോൾ ഉണ്ട്. എന്നാലും നമ്മൾ കലാഭവനിൽ ഇന്റർവ്യൂവിൽ വന്നു, കയറി കലാഭവനിൽ കളിച്ചു, വേൾഡ് ടൂർ പോയി ആബലച്ചനൊക്കെ ഉള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് കലാഭവൻ കഴിഞ്ഞിട്ട് പിന്നെ കോമഡി സ്റ്റാർസ് അങ്ങനെയൊക്കെ വന്നു. നമ്മള് എപ്പോഴും ഇപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോ ഞാനും മനസ്സിലാക്കിയെടുത്തോളം ഇമോഷൻ നമുക്ക് പിന്നെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളെ പറഞ്ഞ് ചിരിപ്പിക്കാന്നുള്ളത് ഭയങ്കര കഷ്ടപ്പെടാണ്. അപ്പൊ ഈ മലയാള സിനിമയിൽ അങ്ങനത്തെ കുറെ ലെജൻസ് ഉണ്ടല്ലോ. അപ്പൊ ചേട്ടൻ അങ്ങനെ ആരെങ്കിലും ഭയങ്കര ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ മുകേഷ് ചേട്ടൻ എനിക്ക് ഇഷ്ടം. അതുപോലെ തന്നെ പുള്ളിയുടെ ഡയലോഗും അതെ കോമഡി കളിക്കുന്ന രസമാണ്. അങ്ങനത്തെ കുറെ ആളുകളൊക്കെ നമ്മൾ നോക്കും. ഇവരൊക്കെ ശരിക്കും ഞാൻ മുകേഷ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അതൊക്കെ കാണിക്കാം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയെ അനുകരിച്ച് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ചെയ്ത സ്കിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വൈറലായിരുന്നു. ഫസ്റ്റ് വൈറലായ സ്കിറ്റാണ് മറ്റേ കുട്ടൻചാറിന്റെ ഫോട്ടോ ഉണ്ടോ, അത് ഞാനും രശ്മിയും കൂടെ ചെയ്ത. അങ്ങനെ വൈറലായ കുറേ സാധനമാണ്. നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു കോമഡി സ്കിറ്റ്സില് ഏറ്റവും ഭയങ്കര നോട്ട് ചെയ്തതാണ് നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ. ഇപ്പോഴും ഇപ്പൊ പുതിയ ഒരുപാട് പരിപാടി വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും അതെന്ന് പറയുമ്പോ ഒരു സ്പെഷ്യലാണ്. ആദ്യത്തെ ഇത് ഡയലോഗ്സ് ചിലവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചിട്ട് കളിക്കും. ആ സാധനം തന്നെ അത് കറക്കി തിരിച്ച് അടിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട്.
അപ്പൊ ഇനി ഫ്യൂച്ചർ എങ്ങനെയാണ് ഇനി വരുന്ന ഇപ്പൊ ദൃശ്യം 3യുടെ കാര്യം പറഞ്ഞു, അതല്ലാണ്ട് വേറെ ഏതൊക്കെയാണ്? 2-3 പടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ഇറങ്ങുകളായിരിക്കും. അതെ, തിയേറ്റർ ആവൂലോ. അപ്പൊ അതിന് വലിയൊരു സന്തോഷം. തിയേറ്റർ ആവൂലോ എന്നുള്ള സന്തോഷം. അപ്പൊ ഇത് എന്തായാലും നമ്മുടെ ദൃശ്യം ലാലേട്ടൻ എല്ലാം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ ലാലേട്ടന്റെ ഒപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടനായിട്ട് 3 ദിവസം ഉണ്ടാകും. പിന്നെ ഒന്നാമത് ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങും പോകൂല. കാരണം എല്ലാരും ടെസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുക. ഓൾറെഡി ടെസ്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു മനുഷ്യനും ഇല്ല, ഒരാളെ കയറ്റുന്നില്ല. അപ്പൊ നമ്മൾ മാത്രമേ വർത്തമാനം പറയുന്നു. ലാലേട്ടനൊക്കെ അടുത്തറിഞ്ഞു ഇപ്പോഴും. അപ്പൊ ഇനിയിപ്പോ വരുമ്പോ ഇച്ചിനും കൂടെ ഫ്രീ ആയിട്ട് ലാലേട്ടനെയും കാണാം. അപ്പൊ ഒരു ഭയങ്കര ഒരു മേജർ ഇതായിട്ടൊരു പ്രൊജക്റ്റിലേക്ക് കടക്കല്ലേ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇപ്പൊ മിമിക്രി ചെയ്യാറുണ്ടോ? സ്കിറ്റ് കളിക്കാൻ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും മുകേഷ് ചേട്ടന്റെ ഡയലോഗ് പറയാം. എന്തോന്നാടേ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചുകാര്യമല്ലടേ, ഏൽപ്പിച്ച കാര്യം. എടേ, ഞാനില്ലാത്ത സമയത്ത് എന്നെക്കുറിച്ച് സുഗന്ധവല്ലിയോട് പൊക്കിപ്പറിയാമെന്ന് പറഞ്ഞില്ലേ? അതൊരു 50 രൂപ മേടിച്ചില്ലേ? ദേണ്ടേ അമ്മാവൻ ഓടിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി വരുന്ന മൂവീസ് ഒക്കെ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മൂവിയും ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.